ഹലോ, നമസ്കാരമുണ്ട്. ഞാൻ നിങ്ങളുടെ ശാന്തകുമാരിയാണ്. ഞാനൊരു കാര്യം പറയാൻ വന്നത്, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ പറ്റിച്ചിട്ട് വേറെ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൾ അറിഞ്ഞിട്ടും അതറിയാത്ത പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അത് ഒരു മണ്ടി ആയതുകൊണ്ടല്ല, കാരണം ആ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ സ്നേഹിച്ചിട്ട് മറ്റൊരു പുരുഷൻ്റെ സ്നേഹം തേടി പോകുന്നുണ്ടെങ്കിൽ, ആ ഭർത്താവ് മണ്ടനായതുകൊണ്ടല്ല, അവളെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഭാര്യയുള്ള ഭർത്താവും ഒരു ഭർത്താവുള്ള ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുമ്പോൾ, രണ്ടുപേരും ഭർത്താവായാലും ഭാര്യയായാലും മണ്ടിയായതുകൊണ്ടല്ല, ഭാര്യ ഭർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ അത്രയും സ്നേഹിച്ചിട്ടുണ്ടാകും. ഇതിലൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങോട്ടും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണും കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അത് ശരീരത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ ജീവിതകാലം അവരെയും കൊണ്ട് ഒരു ഇതുമില്ല. ഭർത്താവുള്ള ഭാര്യയെ സ്നേഹിക്കുന്ന പുരുഷനും ഭർത്താവുള്ള പെണ്ണുങ്ങൾ മക്കളും ഭാര്യയുള്ള ഭർത്താവിനെ സ്നേഹിക്കുമ്പോഴും അത് വെറും ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, ഒരു 5 നിമിഷത്തെ സുഖത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നതാണ്. യഥാർത്ഥ സത്യത്തിൽ സ്നേഹം എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ സത്യസന്ധമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഭർത്താവിനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്കും കഴിയില്ല, ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിനും കഴിയില്ല. സ്വന്തം സുഖങ്ങൾ മാത്രം തേടിപ്പോകുന്ന ആണിനെയും പെണ്ണിനെയും താൽക്കാലികം മാത്രമാണ് ആ സ്നേഹം. ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഓടി നടക്കുന്ന പെണ്ണുങ്ങളും ഓടി നടക്കുന്ന ആണുങ്ങളും ഒന്ന് ആലോചിക്കണം. ആ ഒരു സുഖം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ വെറും കരച്ചൽ മാത്രമായിരിക്കും മരണം വരയ്ക്കും. അത് ഓർക്കുന്ന ഒരു ദിവസം ആണിനും പെണ്ണിനും തീർച്ചയായിട്ടും വരും. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാത്ത ആണിനും പെണ്ണിനും അത് തിരിച്ചറിയുന്ന ഒരു നിമിഷം എല്ലാം നഷ്ടപ്പെടുത്തി എന്നുള്ള കുറ്റബോധത്തിൽ തന്നെ മരിക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നിങ്ങളെ യാഥാർത്ഥ്യമായി സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ വിട്ടു പോയിരിക്കും. ഇത് പരമാർത്ഥ സത്യമാണ്. ഓക്കെ, ബൈ.